പുനലൂർ നഗരസഭ. ഇത്ര സുന്ദരമായ നാട് വൃത്തിഹീനമായി കിടന്ന നാളുകളുണ്ടായിരുന്നു. ചപ്പും ചവറും മാലിന്യ കൂമ്പാരങ്ങളായി മാറിയ മാസങ്ങളിലൂടെയും വർഷങ്ങളിലൂടെയും ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചു. 2025 പുനലൂർ നഗരസഭാ പ്രദേശം ആകെ മാറിയിരിക്കുകയാണ്. സ്വന്തം ഉറവിടത്തിൽ നിന്നും എല്ലാം തുടങ്ങണമെന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നഗരസഭ തന്നെ നമുക്ക് മുന്നിൽ ഒരു മാതൃകയാവുകയായിരുന്നു. ടൗണിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സൗന്ദര്യം നിറഞ്ഞു നിൽക്കുകയാണെന്ന്. നഗര സൗന്ദര്യവൽക്കരണം ഒരു പ്രധാന ഒരു കാര്യമാക്കി നമുക്കെടുത്ത് പറയാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ശുചിത്വ മിഷൻ്റെയൊക്കെ ഒരു അംഗീകാരത്തോടുകൂടി നമ്മൾ സൗന്ദര്യവൽക്കരണത്തിന് നമ്മൾ പദ്ധതിയിൽ തന്നെ നമ്മൾ ഫണ്ട് വെച്ചിരുന്നു. ആ ഫണ്ടും അതുപോലെ തന്നെ ശുചിത്വ മിഷൻ്റെ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മുനിസിപ്പൽ ഓഫീസിൻ്റെയും നമുക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ എല്ലാം ചുവരിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രാധാന്യം വിളിച്ചു പറയുന്ന രീതിയിലുള്ള ചുവർ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന്, അതുപോലെ തന്നെ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടൗണിൽ നമുക്ക് കഴിയാവുന്നത്ര മാക്സിമം പ്രദേശങ്ങളിൽ ചെടിച്ചട്ടികൾ വെച്ചുകൊണ്ട് നമ്മുടെ ആളുകൾക്കൊരു ടൗണിൽ ഇറങ്ങിയാൽ ഒരു ഭംഗി തോന്നത്തക്ക വിധത്തിൽ, ഒരു മനുഷ്യൻ സന്തോഷം തോന്നത്തക്ക വിധത്തിലുള്ള ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് ചെടിച്ചട്ടികളൊക്കെ വെച്ചാണ് നമ്മൾ ആ പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യം വലിച്ചെറിയാൻ പാടില്ലാത്തതാണെന്നും അതിൻ്റെ ആയിട്ടുള്ള ഉറവിടങ്ങളിൽ തന്നെ അത് സംസ്കരിക്കണം എന്നുള്ള നിലയ്ക്കാണ് പുനലൂർ നഗരസഭ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കി പോകാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അജൈവ മാലിന്യങ്ങൾ കൊണ്ട് പ്രകൃതിയെ മൂടിയപ്പോൾ എങ്ങനെ പ്രകൃതിക്ക് കൈത്താങ്ങാകാമെന്ന ചിന്തയിലൂടെ പുനലൂർ നഗരസഭ ചെന്നെത്തിയത് പാഴ്വസ്തുക്കളിൽ തീർത്ത മനോഹര ശില്പങ്ങളുടെ അത്ഭുത പാർക്കായ ജംഗിലെ പാർക്കിലേക്കാണ്. നമ്മുടെ സർക്കാർ മാലിന്യ മുക്തം ആക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്ന തുടക്ക സമയത്ത് തന്നെ 2017 തന്നെ നല്ല മികച്ച ആധുനിക രീതിയിലുള്ള ഒരു MCFും RRFും ഈ പുനലൂർ നഗരസഭയിൽ സ്ഥാപിച്ചു. 2018 അത് നിലവിൽ വന്നു. ശുചിമുറി ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും വിവിധ വർഷങ്ങളിലായിട്ട് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി അവിടെ ചെയ്തു. അതിവിശാലമായ സ്ഥലമാണ്. നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ അവിടെ ഉണ്ട്. നല്ലൊരു ജംഗിൾ പാർക്ക്, അതായത് ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന സാധനങ്ങളിൽ നിന്ന് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ആകർഷണീയമായ ഒരു സംഭവമാണ്. തുടക്കകാലത്ത് ചവറുവാരികളെന്ന് നമ്മളെ വിശേഷിപ്പിക്കുമായിരുന്നു. വേസ്റ്റ് എടുക്കാൻ പോകുന്നവരാണ്, വേസ്റ്റ് വാരികളാണ് എന്ന് നമ്മൾ ഒരു അവഗണന ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഈ 2025 കാലഘട്ടം വന്നപ്പോൾ അതെല്ലാം മാറി. പുനലൂർ നഗരസഭയ്ക്കുള്ളിലെ വിദ്യാലയങ്ങളെല്ലാം മാലിന്യത്തിൽ നിന്നും മുക്തി നേടിയിരിക്കുകയാണെന്ന് മികച്ച ഹരിത വിദ്യാലയമായി കലയനാട് VOUPസിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. മികച്ച ഹരിത ആശുപത്രിയായ പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസമാണെന്ന്. ഗവൺമെന്റ് ആശുപത്രിയിൽ നേരത്തെ മാലിന്യ കൂമ്പാരമായിരുന്നു. അതിനെ ഈ പുതിയ ആശുപത്രി വന്നതോടുകൂടി തന്നെ സീവേജ് പ്ലാന്റ്, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണങ്ങൾ ബന്ധപ്പെട്ട ഓരോന്നും സെഗ്രിഗേഷൻ ചെയ്യാൻ വേണ്ടുന്ന അറകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ മാതൃകയായി തന്നെ നമ്മുടെ പുനലൂർ നഗരസഭ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടു പോന്നു. ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്കും യുവാക്കൾക്കും ഗ്രാമീണ ജനതയ്ക്കും പഠന പിന്തുണ നൽകുക, നല്ല പുസ്തകങ്ങൾ, വായനാശീലം എന്നിവ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുനലൂർ നഗരസഭയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ലൈബ്രറിയാണ് ഐക്യരക്കോണം പബ്ലിക് ലൈബ്രറി. പട്ടണ നടുവിൽ തിലകക്കുറിയായി കാണുന്ന ഈ മിനി സിവിൽ സ്റ്റേഷനിലെ താലൂക്ക് ഓഫീസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ മാലിന്യ സംസ്കരണ രീതികളെല്ലാം മാതൃകയാക്കേണ്ടതാണ്. പുനലൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്നതിനും ലക്ഷ്യമിട്ട് പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കാനായി പ്രത്യേക പ്രചരണ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്.